ഇതുപോലെ ഇവിടുന്ന് പോയപ്പോ എനിക്കും ഒരു സിനിമയൊക്കെ കിട്ടി. അതിനകത്ത് ഒരു വില്ലനെ നിങ്ങൾ അറിയും. വില്ലന്റെ ഒരു പേര് പറഞ്ഞാടാ മറന്നുപോയില്ല. ഭീമന്റെ കുച്ചേട്ടൻ. ഭീമന്റെ കൊല്ല അബു സലീം ഒന്നല്ല. പിന്നെ പുതിയ വില്ലൻ. ശരിക്കും നിന്റെ ഓർമ്മയൊക്കെ പോയിട്ടാ. അവൻ ഈ ഒരു വില്ലന്റെ പേര് വെച്ച് ബാക്കി എല്ലാ വില്ലന്മാരുടെ പേരും പറഞ്ഞപ്പോ അവന്റെ ഓർമ്മ പോയി എന്നുള്ളതല്ല എന്റെ അർത്ഥം. അല്ല, ഈ പെട്ടെന്ന് കയറിയതുകൊണ്ട് കൗണ്ടർ തെറ്റിപ്പോവോ കണ്ടന്റ് മറന്നു പോവോ എന്നുള്ള ടെൻഷനൊന്നും എനിക്കില്ല. പക്ഷെ എന്റെ പഴംപൊരി ആരെങ്കിലും എടുക്കുമോന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. നിന്നെയൊക്കെ വളർത്തിയിട്ടാടി ഞാൻ കഷണ്ടി ആയതെന്ന്. ഈ 2 മക്കളെ വളർത്തിയപ്പോഴത്തേക്ക് പുള്ളി കഷണ്ടി ആയെങ്കിൽ പുള്ളിയുടെ അച്ഛനൊക്കെ 10 മക്കളെ വളർത്തിയിട്ടും തല പോലും കാണണ്ടല്ലോ എന്നാ. കടവാരത്ത് ഞാൻ ചൂണ്ടയിട്ടല്ല, കാളാഞ്ചി കുടുങ്ങി ചൂണ്ടിട്ടു കറക്കി, അരികത്തവനെത്തി ചൂണ്ടെന്നത് പോയി. Once upon a time, once upon a time, once upon a time, once upon a time. Hello, namaskaram and welcome to a brand new episode of Once Upon a Time Season 4 Stand Up for Girls, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. പുതുമക്കൾ നിറഞ്ഞ മറ്റൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എനർജറ്റിക് ജഡ്ജസിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി and രചന നാരായണൻകുട്ടി. And നമ്മുടെ ഷോയുടെ നിറസാന്നിധ്യമായ നിറകുടമായ നമ്മുടെ സ്വന്തം ആമിന താത്ത. മോളെ ഇവിടെ ഒന്ന് പോണ ഓരോ കണ്ടസ്റ്റൻസും പോയി കഴിഞ്ഞിട്ട് നാട്ടിൽ ചെന്നിട്ട് ഒരുപാട് ഗിഫ്റ്റ് കിട്ടി, അവർക്ക് ഒരുപാട് സമ്മാനം കിട്ടി, അതുപോലെ ഓരോ പരിപാടിക്ക് വിളിച്ചു, അവർ ചില സീരിയലിൽ അഭിനയിക്കാൻ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് പറയാം. ഇതുപോലെ ഇവിടുന്ന് പോയപ്പോ എനിക്കും ഒരു സിനിമയൊക്കെ കിട്ടി. സിനിമയിലെ ഒരു സീനിൽ ഞാൻ അഭിനയിച്ച്. പിന്നെ അതിനകത്ത് ഒരു നായകനൊക്കെ നിങ്ങള് പുതിയ ആളാ. നായകനൊക്കെ പുതിയ നിങ്ങൾ പറഞ്ഞറിയില്ല. വില്ലനെ നിങ്ങൾ അറിയും. വില്ലന്റെ ഒരു പേര് പറഞ്ഞാടാ മറന്നുപോയില്ല. വില്ലൻ ഭീമന്റെ കുച്ചേട്ടൻ. ഭീമന്റെ കൊല്ല അബു സലീം ഒന്നല്ല. അബു സലീം അല്ല. റിയാസ് ഖാൻ അല്ല. പുതിയ ആള് ഷൈൻ ടോം ഒന്നുമല്ല. അവർക്ക് നായകനല്ലേ. അല്ല, ഹീറോ വില്ലനാണ്. ഗുരു സോമസുന്ദരം. ഗുരു ഒന്നുമല്ല. ബാലങ്കി നായർ. ബാലക്കാരൊക്കെ പഴയതാണല്ലോ. പിന്നെ പുതിയ വില്ലൻ ആരാത്? ശരിക്കും നിന്റെ ഓർമ്മയൊക്കെ പോയിട്ടാ. നിനക്ക് ഓർമ്മ തിരിഞ്ഞല്ലോ. ഡോക്ടറെ പോയി കാണാൻ, എന്തെങ്കിലും മരുന്ന് മേടിച്ച് കഴിക്കും. നിനക്ക് ഓർമ്മ കിട്ടണല്ലോ. ഞാനെങ്ങനെ അറിയണ ഈ പുള്ളിനെ? അല്ല, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ നീ പറയൂലോ ആരാന്ന്. നിനക്ക് പറയാൻ പറ്റണല്ലോ, അതാണ് പറഞ്ഞത്. ഓർമ്മയില്ലാഞ്ഞിട്ടല്ലേ എന്നോട് ചോദിച്ചത്. അല്ല, നിങ്ങൾക്കത് ഓർമ്മ പോലെ മരുന്നില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് ഓർമ്മ വരൂലേ ഏതാ വില്ലെന്നുള്ളത്. നിങ്ങൾ അഭിനയിച്ച പടത്തിലെ വില്ലനെ ഞാൻ എങ്ങനെ ഓർക്കാനാ? അത് പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ എങ്ങനെ ഓർക്കും? താത്ത പറയണ്ടേ? അല്ല, എന്നാലും അവന് വില്ലനെ ഓർമ്മ വരണ്ടേ. അവൻ ഈ ഒരു വില്ലന്റെ പേര് വെച്ച് ബാക്കി എല്ലാ വില്ലന്മാരുടെ പേരും പറഞ്ഞപ്പോ അവന്റെ ഓർമ്മ പോയി എന്നുള്ളതല്ല എന്റെ അർത്ഥം. അല്ല, താത്തയല്ലേ പോയി ഈ വില്ലനെ കണ്ടത്? കണ്ടിട്ടില്ല, ഞങ്ങൾ ഊഹത്തിന്ന് പറയുന്നതല്ലേ. അല്ല, ഒരു സിനിമയല്ലേ, നീ സിനിമാക്കാരനല്ലേ. അപ്പൊ സിനിമാക്കാരനായ നിനക്ക് ആ വില്ലന്റെ പേരെന്താ ഓർമ്മ വരാത്തെ? സിനിമയിൽ അഭിനയിച്ചത് താത്തയല്ലേ കണ്ടത്. പക്ഷെ ഇവനറിയാലോ, ഇവൻ ബാക്കിയുള്ള എല്ലാവരുടെയും പേര് പറഞ്ഞല്ല. ഇതെന്താ മാത്രം പറയാത്തിരിക്കണേ? അപ്പൊ അതവന്റെ വാശിയല്ലേ അത്. പിന്നെ ഓർമ്മക്കുറവല്ലെന്ന് എനിക്കത് അറിയാത്തതാണെന്ന്. അതവന്റെ അഹങ്കാരമാണത്. അവൻ ബാക്കിയെല്ലാം പറഞ്ഞില്ല അവൻ. ഇത് മാത്രം എന്താ പറയാത്ത അവൻ? അപ്പൊ താത്തയുടെ ഓർമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. എന്റെ ഓർമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. എന്റെ ഓർമ്മ നല്ല ക്ലിയറാ. നീ നോക്കിക്കാതെ ശ്രേഷ്ഠ ഭാരതം തുടങ്ങുന്നു. ശരി, ശ്രേഷ്ഠ ഭാരതം തുടക്കം. അതേ കിടക്കണതാ വളവട. നിനക്കറിയാൻ പാടില്ല ഇത് ഫൺസ് അപ്പോൺ എ ടൈം ആണെന്നുള്ളത്. ഇവക്കടെ ഓർമ്മയ്ക്ക് എന്താ ഉറപ്പുണ്ട്? ശരി, നമ്മൾ ഇന്നത്തെ മത്സരം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്ന് മത്സരിക്കുന്നവർ ലിയ ആൻഡ് നിത്യ. ഹാജി വെൽക്കം. രണ്ടുപേരും നല്ല സുന്ദര കുട്ടികളായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? നല്ല കോസ്റ്റ്യൂം. ഇനി നല്ല സുന്ദരൻ തമാശകൾ കൂടെ പറയുന്നതോടുകൂടി പരിപാടി അതിഗംഭീരമായിട്ട് മാറും. അല്ല മക്കളെ, ചോദിച്ചോട്ടെ, ആ സിനിമയിലെ വില്ലൻ ആരാ? ഏത് സിനിമയിലെ? ഞാൻ അഭിനയിച്ച സിനിമയിലെ വില്ലൻ. ആ വില്ലന്റെ പേരൊന്ന് പറഞ്ഞ മോളെ, പറ. ഏത് സിനിമയാണ്? അല്ല, ഏതെങ്കിലും സിനിമയിലെ വില്ലന്മാരുടെ പേരറിയാലോ എനിക്ക്. പറ. ഭീമൻ രഘു ആണോ? ഭീമൻ രഘു ഒക്കെ ഇവിടെ പറഞ്ഞു. അതൊന്നും അല്ല, മോള് പറഞ്ഞേ. ബാബു ആന്റണിയാണോ? ബാബു തന്നെയല്ല. തമിഴിലെ ആരെങ്കിലും ആണോ? തമിഴിലൊന്നും അല്ല. അപ്പൊ നിങ്ങൾക്ക്
അമരീഷ് പുരി ഒന്നും ജാക്കി ഷ്രോഫ്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു ഓർമ്മയില്ല? എന്റെ പിഷാരുടെ ഈ ഓർമ്മയും വെളിവില്ലാത്ത പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് എങ്ങനെ ഈ പരിപാടി അവതരിപ്പിക്കണേ? എനിക്കറിയാൻ വയ്യ താത്ത. നമുക്കത് എങ്ങനെയും ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. താത്ത ഒരു കാര്യം ചെയ്യും. താത്തയുടെ ഓർമ്മയിൽ ആ 3 കഥ ചേർത്തിട്ടുള്ള ഒരു കഥയുണ്ടല്ലോ, അതൊന്ന് പറയാം. അവര് ആ സിനിമകൾ കണ്ടുപിടിക്കുമെന്ന് നോക്കട്ടെ. കഥയില്ലല്ലോ. അത് മറന്നുപോയോ? അതും അവന് ഓർമ്മയില്ലാന്ന് തോന്നണം. താത്തക്ക് ഓർമ്മയുള്ള ഏതെങ്കിലും കഥ പറ. അല്ലാ കെണിഞ്ഞല്ല ഞാൻ. എന്നാലും ഞാൻ എന്റെ ഓർമ്മയിൽ നിന്ന് എടുത്തൊരു 3 കഥയാണ് പറയാം. നാട്ടിലെ പ്രമാണിയുടെ മകളെ പ്രേമിക്കുന്ന പേടിത്തൊണ്ടനായിട്ടുള്ള നായകൻ. ഈ പ്രമാണിയുടെ വീട്ടുകാർ എപ്പോ റോട്ടിൽ വെച്ച് കണ്ടാലും ഇവനെ തല്ലും. പക്ഷേ ഇവൻ ഇടവകയിലെ അച്ഛനെ പറ്റിച്ച് ഒരു സീരിയൽ പിടിച്ച് ഇടവകേനെ കടക്കണിയിലാക്കി കളഞ്ഞു. അവസാനം ഇവരുടെ പ്രേമം നാട്ടിലൊരു വലിയ പ്രശ്നമായപ്പോൾ ഇടവക്കാരെ കൂടി അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പ്രമാണി പറഞ്ഞു, ഇടവകയ്ക്ക് നഷ്ടപ്പെട്ടു പോയ പൊൻകുരിശ് ഇവൻ തിരിച്ചെടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മോളെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. മനസ്സിലായ? അങ്ങനെ മോളെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ആ സമയത്ത് ഈ നായകന്റെ അപ്പൻ ഒരുപാട് നല്ല നല്ല കല്യാണ പുടവകൾ തയ്ക്കുന്ന ആളായിരുന്നു. അങ്ങനെ അവൻ ഒരു കല്യാണ പുടവ തയ്ച്ചിട്ട് മകൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം, അവിടെ മകളുടെ കല്യാണം നടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവനും ഇവൻ്റെ സുഹൃത്തും കൂടി കല്യാണ പുടവ കൊടുക്കാൻ ആ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഈ പെണ്ണിൻ്റെ ഈ ചൊവ്വാദോഷം മാറ്റാൻ ഒരു പ്രതിമേനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന സമയമായിരുന്നു. ഇവനവിടെ വായം പൊളിച്ച് നടന്നു കിടന്ന അവസാനം കാല് തെന്നി ഒരു പിച്ചകപ്പൂമാല കൊണ്ടുപോയി ഈ വധുവിൻ്റെ കഴുത്തിലേക്ക് അങ്ങ് ഇട്ടു. അങ്ങനെ കല്യാണം നടന്നുപോയി. അപ്പോഴേക്കും അവിടെ പ്രശ്നമായി. ഇവനെ സ്വാമിജി വരുന്നത് വരെ അവിടെ പൂട്ടിയിട്ടു. സ്വാമിജി വന്നിട്ട് പറഞ്ഞു 4 അമ്പലം ചുറ്റിയാൽ മാത്രമേ ഇവരുടെ പ്രശ്നം തീരുള്ളൂ എന്ന് പറഞ്ഞിട്ട് നായകൻ ഇവരെയും കൂട്ടി 4 അമ്പലം കാണാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ അമ്പലത്തിൽ വന്നിരുന്നിട്ട് ഇവനിങ്ങനെ ഈ നെയ്ത്തിരി ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ചെറുപ്പക്കാർ വന്നിട്ട് ചോദിച്ചു, അമ്മാവാ നിങ്ങളുടെ പ്രേമം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു, ഞാനൊരു നല്ല പന്തല് പണിക്കാരനായിരുന്നു. അങ്ങനെ പന്തല് പണി നടക്കുന്ന സമയത്ത് ഞങ്ങളൊരു കല്യാണമൊക്കെ നടത്തി. ആ കല്യാണം നടത്തിയപ്പോൾ ആ പെണ്ണിന്റെ കെട്ടിയോ വന്നില്ല, കല്യാണം കഴിക്കാൻ പോണ ചെറുക്കൻ വന്നില്ല, വരാണ്ടായി അല്ല കെട്ടാൻ പോണ ചെറുക്കൻ വന്നില്ല. വരാണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് ആഘോഷിച്ചപ്പോൾ എൻ്റെ ചേട്ടനെ കൊണ്ട് അവിടെ കല്യാണം നടത്തി അവർ സുഖമായിട്ട് ജീവിച്ചു. എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായോ? രണ്ടെണ്ണം പേരറിയാം, ഒരെണ്ണം ദിലീപേട്ടന്റെ ആണെന്നറിയാം, കല്യാണരാമൻ. നില്ലേ അതവിടെ നില്ലേ, പേര് പറയാതെ പറ. ലിയക്ക് 3 മനസ്സിലായോ? ലിയ 3 മനസ്സിലായാളെന്ന് പറയൂ. ആദ്യത്തെ മേരിക്കുണ്ടൊരു കുഞ്ഞാട്, ശൃംഗാരവേലൻ, കല്യാണരാമൻ. അപ്പോൾ പെർഫോം ചെയ്യുന്നു ലിയ അൻഷാദ്. ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം, ഞാൻ ലിയ. ഞാൻ ഇവിടെ നിൽക്കുമ്പോഴേ ഭയങ്കര ടെൻഷനിലാട്ടോ. കാരണം ഞാൻ അവിടെ ഇരുന്ന് ചായയും പഴംപൊരിയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സമയമായി വേഗം കയറിക്കോളാൻ പറഞ്ഞത്. ഈ പെട്ടെന്ന് കയറിയതുകൊണ്ട് കൗണ്ടർ തെറ്റിപ്പോവോ കണ്ടന്റ് മറന്നു പോവോ എന്നുള്ള ടെൻഷനൊന്നും എനിക്കില്ല. പക്ഷെ എൻ്റെ പഴംപൊരി ആരെങ്കിലും എടുക്കുമോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോഴേ എന്നോട് എല്ലാവരും പറയും, ലിയേ നീ നിന്റെ കുട്ടിക്കളിയൊക്കെ നിർത്തി കുറച്ചുകൂടെ മെച്ചൂർഡാവണമെന്ന്. പിന്നെ അങ്ങനെ മാറ്റാനും മറക്കാനൊക്കെ പറ്റുന്നതാണോ നമ്മുടെ കുട്ടിക്കളിയും കുട്ടിക്കാലവും ഒക്കെ? തക്കം കിട്ടിയാൽ ഒന്നുകൂടെ കുട്ടിക്കാലത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, അല്ലേ രമേശ് ഏട്ടാ? പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല ഈ കുട്ടിയായിട്ട് ഇരിക്കുക എന്നുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ ദൈവമേ എന്നെ എൻ്റെ അച്ഛനെയും അമ്മയും പോലെ പെട്ടെന്നാക്കി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? ആന്ന് പറ. അതെ. ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയോന്ന് എനിക്കറിയില്ല, വളരെ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റൂല. അവര് കരച്ചിൽ മാത്രമുള്ള അവർക്കൊരു വഴി. ദേഷ്യം വന്നാലും വിശന്നാലും വേദന എടുത്താലും ഒരേ ടോണിലുള്ള കരച്ചില. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, കാലിന്റെ അടി ചൊറിയുന്നു എന്ന് പറഞ്ഞിട്ട് കരയുമ്പോൾ അമ്മ വന്ന് പാല് തരും. ഉറുമ്പ് കടിച്ച് വേദനിച്ചിട്ട് കരയുമ്പോൾ അമ്മ പാട്ട് പാടി ഉറക്കും. ഇനിയിപ്പോൾ തണുത്ത് വിറച്ചിട്ടാണ് കരയുന്നെങ്കിൽ എൻ്റെ ചക്കുടൂന് കുളിക്കണോടാ എന്ന് പറഞ്ഞ് ആ പച്ചവെള്ളത്തിൽ മുക്കി അങ്ങ് എടുക്കും. എന്തൊരു കഷ്ടമാണല്ലേ. ഈ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുമ്പോഴേ മണ്ണിരയെ നൂഡിൽസ് ആക്കിയതും മിന്നാമിന്നിയെ ചെളി തലകുത്തി നിർത്തിയിട്ട് ഞങ്ങളുടെ വീട്ടിലെ സീരിയൽ സെറ്റാന്ന് പറഞ്ഞതുമായിട്ട് ഇഷ്ടംപോലെ കഥകളുണ്ടാവും. എനിക്കും ഉണ്ട് ജീവികളുമായിട്ട് ഒരു ബന്ധം. കാരണം പണ്ട് നാട്ടിലെ ഒരൊറ്റ കോഴിയെ പോലും മനസമാധാനമായിട്ട് മുട്ടയിടാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അതിൻ്റെ ശാപം കൊണ്ടാണോന്നറിയില്ല, അതിനുശേഷമുള്ള സകല പരീക്ഷയിലും ആ കോഴി ഇടുന്നതിനേക്കാൾ വലിയ മുട്ട എനിക്ക് കിട്ടാൻ തുടങ്ങി.
എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ ഇണചേർന്ന് നിൽക്കുന്ന ജീവികളോടാണ് ദേഷ്യം. ഈ ഡബിൾ ഡക്കർ ബസ് പോലെ ഇണചേർന്ന് പോകുന്ന തേരട്ട, ഉപ്പുജാതി തുടങ്ങി കന്നിമാസം പോലും 2 പട്ടികൾ ഒന്നിച്ച് നിൽക്കുന്നത് അവന് ഇഷ്ടമല്ല. അവൻ ഓടിച്ചു വിടും. ഇപ്പൊ കൊല്ലം 10 കല്യാണം കഴിഞ്ഞിട്ട് അവൻ്റെതായ കാരണം കൊണ്ട് അവന് കുട്ടികളില്ല. അപ്പോൾ ജോത്സ്യൻ നോക്കിയിട്ട് പറഞ്ഞത് ഈ ജീവികളുടെയൊക്കെ ശാപമാണെന്നാ. അതിനും വേണ്ടി അതിന്റെ പ്രായശ്ചിത്തം എന്നോണം ഇപ്പൊ അവൻ ചെയ്യുന്ന എന്താണെന്നറിയോ? ഈ സിംഗിളായി പോകുന്ന തേരട്ടയൊക്കെ പിടിച്ച് കാലിൽ സൂപ്പർ ഗ്ലൂ തേച്ച് മറ്റൊന്നിന്റെ മേലെ ഒട്ടിച്ച് ഡബിൾ ആക്കുക. കന്നിമാസം ആവുമ്പോൾ പട്ടികൾക്ക് ഇണചേരാൻ വേണ്ടി മണിയറയൊരുക്കുക. ഇതൊക്കെയാണ് അവന്റെ പരിപാടി. പണ്ടൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഓരോ വീട്ടിലും അത്യാവശ്യത്തിന് ദാരിദ്ര്യമുണ്ട് എന്ന ഒരു അംഗൻവാടി തുടങ്ങാനുള്ള പിള്ളേരും ഉണ്ട്. ഈ കുട്ടികളുള്ളത് കൊണ്ടാണോ ദാരിദ്ര്യം, അതോ ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണോ കുട്ടികൾ എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. കാശുണ്ടാക്കാൻ പഠിക്കാത്ത ഇവര് അറ്റ്ലീസ്റ്റ് മനസ്സിനൊരു കടിഞ്ഞാണിടാനെങ്കിലും പഠിക്കണമായിരുന്നു. പണ്ടൊക്കെ 10-12 മക്കളുള്ളിടത്തെ ആദ്യത്തെ കുട്ടിക്ക് ഇട്ട പേര് തന്നെ ചിലപ്പോൾ മാറി മറന്നുപോയിട്ട് 5-ാമത്തെ 6-ാമത്തെ കുട്ടിക്ക് കിട്ടുമെന്ന് വരും. അതുപോലും ഒരു പ്രശ്നമല്ല. എന്നാൽ ഇന്ന് ആകെയുള്ള ഒരു കൊച്ചിന് അച്ഛൻ്റെയും അമ്മയുടെയും പേരിൻ്റെ തുടക്കം വെച്ച് പേരിടണോ എന്നുള്ളതാണ് പ്രശ്നം. നിമ്മീന്ന് പേരുള്ള എൻ്റെ കൂട്ടുകാരിയും പവിത്രന്ന് പേരുള്ള അവളുടെ ഭർത്താവും കൂടെ കൊച്ചിന് നിപ്പാന്ന് പേരിടുമോ പനീന്ന് പേരിടുമോ എന്നുള്ള കൺഫ്യൂഷനില്ല. അപ്പോൾ ഞാനവരോട് പറഞ്ഞേ, നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് സാമൂഹിക അകലം പാലിച്ചിരുന്നെങ്കിൽ ഇപ്പം ഈ നിപ്പയുടെ പനിയുടെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് എൻ്റെ കൂട്ടുകാരും ഞങ്ങളും ഒക്കെ വളർന്നത് ഭയങ്കര ഫ്രീ ആയിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അതെ, റേഷൻ കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന അരി തന്നിട്ടേ. എൻ്റെ അമ്മയുടെ സൂപ്പർ മാർക്കറ്റും ലുലു മാളും ഒക്കെ ആയിരുന്നു റേഷൻ കടയും മാവേലി സ്റ്റോറും. ഞാൻ അവിടെ നിൽക്കാത്ത ക്യൂ ഇല്ല, കാണാത്ത ആൾക്കാരില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ സെലിബ്രിറ്റീസ് ഒക്കെ ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് അത് കിട്ടുന്ന സന്തോഷമാണ് എൻ്റെ അമ്മയ്ക്ക് റേഷൻ കാർഡിന് അപ്ലൈ ചെയ്തിട്ട് BPL കാർഡ് കിട്ടുമ്പോൾ. എന്തിന്? ഷീറ്റിട്ട വീടിന് BPL കാർഡും കൂടെ 5 കിലോ അരി എക്സ്ട്രായും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വാർപ്പ് വീട് പൊളിച്ച് ഷീറ്റിട്ട ആളാണ് എൻ്റെ അമ്മ. സാധാരണ അമ്മമാരൊക്കെ മക്കളോടെ മോളെ തലമറന്ന് എണ്ണ തേക്കരുതെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ നമ്മുടെ സലീം കുമാർ ഏട്ടൻ്റെ ഡയലോഗായ മോളെ റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങല്ലേ എന്നാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേർ പറയും എനിക്ക് സെലിബ്രിറ്റി ക്രഷ് ഉണ്ട്, എനിക്ക് കോളേജ് ക്രഷ് ഉണ്ട്, എനിക്ക് ക്യാമ്പസ് ക്രഷ് ഉണ്ട് എന്നൊക്കെ. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് റേഷൻ കടയിൽ കുറേ ക്രഷ് ഉണ്ടായിരുന്നു. അതെ, എല്ലാ മാസവും റേഷൻ വാങ്ങാൻ പോകുമ്പോൾ കാണുന്ന ആൾ. അതിനു പുറമെ ഒരു ബസ്സിലൊരു ക്രഷ് ഉണ്ടായിരുന്നു. ആ ക്രഷ് പതുക്കെ ലവിലോട്ടെത്തി. അത് എൻ്റെ ഷെയർ ലിസ്റ്റിലെ 3-ാമത്തെ ആളായത് കൊണ്ടല്ല, എനിക്കെന്തോ ആളെ കണ്ടപ്പോൾ പെട്ടെന്നൊരു ഫീലിങ്സ് തോന്നി. ഞാൻ ശരിക്കും ആളെൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വല്ലാത്ത ഫീലിങ്സ്, ഞാൻ ഏതോ മായാ ലോകത്തൊക്കെ എത്തിയൊരവസ്ഥ. അപ്പം ഞാൻ വിചാരിച്ചു അത് പ്രേമത്തിൻ്റെയാണ്. പിന്നെ മനസ്സിലായത് അവൻ വലിച്ച എന്തിൻ്റെയോ പുകയടിച്ചിട്ടാന്ന്. അവൻ്റെ ബുദ്ധിയെക്കുറിച്ച് ഒരൊറ്റ വാക്കി പറയണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴല്ലാതെ A+ എന്നൊരു ചിഹ്നം അവന് കിട്ടിയിട്ടേ ഇല്ല. പിന്നെ അമ്മേ പ്രേമം പവിത്രമല്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രേമിച്ചാൽ നിന്റെ 16 അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ പ്രേമം അങ്ങ് നിർത്തി. അല്ലേലും എൻ്റെ അമ്മയെ ഇമാതിരി വഴിതെറ്റിച്ച് വിടുന്നത് എൻ്റെ അമ്മയുടെ സുഹൃത്തും വഴികാട്ടിയുമായ അപ്പുറത്തെ വീട്ടിലെ അമ്മായിയാണ്. അമ്മായിയെക്കുറിച്ച് പറയണമെങ്കിൽ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിദേശത്ത് പോയി പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ അമ്മായി പറഞ്ഞു, അയ്യോ വിദേശത്തൊന്നും പോയി പഠിക്കാൻ പറ്റില്ല, നീ PSC പോയി പഠിച്ചാൽ മതിയെന്ന്. PSC ക്ലാസ്സിന് പോയപ്പോൾ ആദ്യത്തെ ചോദ്യം, രാഘവൻ്റെ ഭാര്യയുടെ കൂട്ടുകാരിയുടെ അനിയത്തിയാണ് രമ, രമയുടെ ഭർത്താവിൻ്റെ കൂട്ടുകാരനാണ് രാഘവൻ, എങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? സത്യം പറഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആലോചിച്ചാൽ തന്നെ ഞാൻ വഴിതെറ്റിപ്പോകും. പക്ഷേ ഈ അമ്മായിക്ക് മാത്രമേ ഈ വക ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്താന്ന് വെച്ചാലേ, അമ്മായി കാണുന്ന സീരിയലിൽ ഇതിനേക്കാളും കോംപ്ലിക്കേഷൻ ഉണ്ട്. അച്ഛൻ ആരാന്ന് മോൾക്കറിയില്ല, മോളാരാന്ന് അച്ഛനറിയില്ല, ഇവർ രണ്ടുപേരെയും അമ്മയ്ക്കറിയില്ല. പക്ഷേ പട്ടുസാരി എടുത്ത് പാത്രം കഴുകുന്നതാണ് നായിക എന്ന് എൻ്റെ വീട്ടുകാർക്കറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർ സീരിയലിന് അഡിക്റ്റ് ആയിരുന്നു. സാധാരണ കുട്ടികളൊക്കെ ജനുവരി ഫെബ്രുവരി എന്നൊക്കെ പറഞ്ഞു നടന്നപ്പോൾ ഞാൻ കുങ്കുമപ്പൂവ് കറുത്തമുത്ത് വെളുത്ത പൊട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടന്നിരുന്നത്. ഈ ആൻറ്റിക്ക് ഒരു ദുശീലം കൂടി ഉണ്ട് കേട്ടോ. പുള്ളിക്കാരുടെ വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ത്യാഗം സഹിച്ചാലും അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഫുൾ ടൈം അങ്ങോട്ട് നോക്കി ഇരിപ്പാണ്. ഈ പുള്ളിക്കാർ ഇങ്ങനെ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടുമല്ല, കുടുംബശ്രീയിൽ ആഴ്ചയ്ക്ക് മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ പറയാൻ കണ്ടന്റ് വല്ലതും വേണമല്ലോ, അതുകൊണ്ടാണ്. 2-3 ആഴ്ചയായിട്ടേ കയ്യിലുള്ള നുണയുടെ സ്റ്റോക്ക് തീർന്നു എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാർ 2-3 ആഴ്ചയായിട്ട് ലീവാ. അതിനാണ് ഇപ്പോൾ ഈ എത്തിനോട്ടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ദിവാകരൻ ചേട്ടൻ്റെ വീട്ടിൽ വൻ പ്രശ്നം. ഈ ദിവാകരൻ ചേട്ടൻ്റെ മോൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പ്രശ്നമൊക്കെ ഫേസ്ബുക്കിൽ ലൈവായിട്ട് അങ്ങിട്ടു. എനിക്ക് അന്നത്തെ ദിവസം കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ അതിരുന്ന് കാണുമായിരുന്നു കേട്ടോ. പുള്ളിക്കാർ കയറി വന്നിട്ട് ചോദിച്ചു, മോളെ ഇതാ ഇന്നലെ നടന്ന ദിവാകരൻ വീട്ടിലെ പ്രശ്നമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ അതെ അമ്മായി. പക്ഷെ എൻ്റെ മോളെ ഇത്രയും ക്ലിയർ ആയിട്ട് അവൻ ഇതെല്ലാം ഈ മൊബൈലിൽ ഇടുമെങ്കിൽ ഞാൻ ഈ ഏന്തി വലിച്ച് നോക്കേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നല്ലോടി മോളെ.
ഈ അമ്മായി സത്യം പറഞ്ഞാൽ ദിവാകരൻ ചേട്ടന്റെ വീട്ടിലെ ഈ പ്രശ്നം നടക്കാൻ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ദിവാകരൻ ചേട്ടൻ ഭാര്യയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ. സർപ്രൈസ് ഗിഫ്റ്റാണ് ദിവാകരൻ ചേട്ടന്റെ മെയിൻ. അങ്ങനെ ഇരിക്കുമ്പോൾ സർക്കാർ റോഡിലൊക്കെ AI ക്യാമറ വെച്ചു എന്നും പറഞ്ഞ് ഭാര്യ അറിയാതെ വീട്ടിലൊരു AI ക്യാമറ വെച്ചു. നോക്കുമ്പോണ്ട് റോഡിലെ ക്യാമറയിൽ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഇല്ലാണ്ട് ചിലർ പോകുന്നു, വീട്ടിലെ ക്യാമറയിൽ ഹെൽമെറ്റും ഇട്ട് ബെൽറ്റ് ഇല്ലാതെ ആരൊക്കെയോ പോകുന്നു. അതോടുകൂടിയാണ് അവിടെ പ്രശ്നം തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു അമ്മായും ദിവാകരൻ ചേട്ടനും മാത്രമൊന്നുമല്ല, ഞങ്ങളുടെ നാട്ടിലെ നാട്ടുകാർ മൊത്തത്തിൽ ഇങ്ങനെയാ. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാതെ മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നവരോടൊക്കെ ചോദിക്കും ജോലി ആയില്ലേ, കല്യാണം ആയില്ലേന്ന്. ഇനി കെട്ടിക്കഴിഞ്ഞാൽ ചോദിക്കും കുട്ടിയായില്ലേന്ന്. കുട്ടിയായ ഇതിനൊരു കൂട്ട് വേണ്ടേ, തുണ വേണ്ടേന്ന്. ഈയിടയ്ക്ക് ഇന്ത്യ ജനസംഖ്യയിൽ 1ാമത് എത്തിയില്ലേ? മറ്റൊന്നുമല്ല കാരണം ഇമാതിരി ചോദ്യങ്ങൾ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ അമ്മായും അമ്മാവനും ഈ നാട്ടുകാരും ഒക്കെ ഒരു സൈക്കോ ആണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കല്യാണം കഴിയാത്തവരെ കണ്ടു കഴിഞ്ഞാൽ കല്യാണം ആയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യും. ഇവർക്ക് വല്ല കല്യാണാലോചനയായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നാട്ടിലെങ്ങും ഇല്ലാത്ത കുറ്റം പറഞ്ഞ് ഇത് മുടക്കുകയും ചെയ്യും. ഇവർ ശരിക്കും പറയുന്ന കുറ്റം എന്ന് പറഞ്ഞാൽ ഇന്ന് ടിക്കറ്റ് പോലും എടുക്കാത്ത സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ പറയുന്ന പോലെയാണ് ഇവർ കുറ്റം പറയുക. അതായത് ചെറുക്കൻ്റെ പ്രൊഡ്യൂസർ പണ്ടേ വൃത്തികെട്ടവനാണ്, മനസ്സിലായില്ലേ, തന്തയ്ക്ക് വിളിച്ചതാ. പിന്നെ ഡയറക്ടർ ശരിയായ രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് വിടാത്തതുകൊണ്ട് വഴി തെറ്റിക്കിടക്കുകയാണ്, അമ്മയെ പറഞ്ഞതാ. പിന്നെ ഇതിന്റെ കഥയിൽ വല്ല കാമ്പും ഉണ്ടോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം അടിച്ചടിച്ച് കാമ്പൊക്കെ പോയി കിടക്കുകയാണ്, അത് അവനെ തന്നെ പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് മുടക്കിക്കളയും. സത്യം പറഞ്ഞാൽ ഞാൻ കുട്ടിക്കാലത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഇപ്പൊ നാട്ടുകാരിൽ വരെ എത്തി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ നാട്ടുകാർ നല്ല ഫ്രഷ് കണ്ടന്റ് ആണല്ലോ എന്ന്. പക്ഷേ ബാംഗ്ലൂർ ഡേ സിനിമയിലെ പാർവതി ചേച്ചി പറയുന്ന പോലെ ഓരോരോ ജനലിലൂടെയുള്ള കാഴ്ചകൾ വ്യത്യസ്തമായിരിക്കും. അങ്ങനെ എൻ്റെ വീടിൻ്റെ ജനലിലൂടെ ഞാൻ നോക്കിയപ്പോൾ കണ്ട നാട്ടുകാരെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അല്ലേലും മസനഗുഡി വഴി ഊട്ടി എന്ന് പറയുന്ന പോലെ സ്വന്തം വീടിൻ്റെ ജനാലയിലൂടെ അപ്പുറത്തെ വീട്ടിലേക്കുള്ള കാഴ്ച അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ലിയയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ലിയയുടെ കഥകൾ എല്ലാം നമുക്ക് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബാഡ് മൂഡിലാണെങ്കിൽ കൂടി ഇത് കേട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മളതൊക്കെ മറക്കും. പിന്നെ കോൺസെൻട്രേഷൻ ലിയയുടെ പെർഫോമൻസിലും കഥകളിലുമാണ്. അടിപൊളിയായിട്ട് ഗംഭീരമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചേട്ടാ ലിയ വളരെ ആയാസരഹിതമായി ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും രസമായിട്ട് തോന്നുന്നത്. ലിയ അങ്ങനെ ഇതിനു വേണ്ടി ഒരു സ്ട്രെയിൻ എടുക്കുന്നതായിട്ടോ സൈമിൾട്ടേനിയസ് ആയിട്ട് ആലോചിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഇതിനെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നമ്മൾ ചില സ്ട്രെസ്സും സ്ട്രെയിനും എടുക്കുമല്ലോ, അതൊന്നും ചെയ്യുന്നതായിട്ടോ ഒന്നും തോന്നാതെ തന്നെ അത്യാവശ്യം നല്ലോണം അറ്റൻഷൻ എവിടെയും പോകാതെ ആൾക്കാരുടെ അറ്റൻഷൻ ഹോൾഡ് ചെയ്ത് പിടിച്ച് പറഞ്ഞു പോകാൻ ലിയയുടെ പ്രകടനങ്ങൾക്ക് പറ്റുന്നുണ്ട്. നല്ല സ്ക്രിപ്റ്റാണ്. പിന്നെ എപ്പോഴും ഒരാളുടെ ഒരു പെർഫോമൻസ് നമുക്ക് കൂടുതൽ രസകരമാകുന്നത് അയാളുടെ ഒരു കൺസിസ്റ്റൻസിയാണ്. നമുക്ക് ഇന്ന് നന്നായി നാളെ മോശമായി മറ്റന്നാൾ കുറേ നന്നായി മറ്റന്നാൾ ഒട്ടും താഴെ പോയി. ലിയ ഒരു എബോവ് ആവറേജ് കൺസിസ്റ്റന്റ് പെർഫോമറാണ് എന്നുള്ളത് വലിയ സന്തോഷം തരുന്ന ഒന്നാണ്. ഗംഭീരമായി പ്രകടനം കേട്ടോ. ലിയ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ലിയ വരാൻ വേണ്ടി കാത്തിരിക്കടോ. അത്രയും സന്തോഷാണ് ലിയ വന്നിട്ട് ഇവിടെ പെർഫോം ചെയ്യുന്ന സമയത്ത്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഡയന പറഞ്ഞത് വളരെ സത്യ. നമ്മള് കുറച്ചിങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ലിയ പറയണ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലോ. അങ്ങനെ വളരെ സരസമായി എല്ലാ കാര്യങ്ങളെയും പോയിന്റ് ഔട്ട് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റുമായിട്ട് അത് വലിയൊരു ശക്തി തന്നെയാണ് കേട്ടോ. ലിയ എഴുതണ ഓരോ സ്ക്രിപ്റ്റിനും ഭംഗി കൂടി വരികയാണ്. അത് അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളത് വലിയൊരു പ്രാർത്ഥനയാണ്. ലിയ ഇപ്പോൾ ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ ഒരു ഐക്കണായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഋഷി പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക, ഇനി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൂടി നമ്മൾ ഗ്രോ ചെയ്യുക എന്നുള്ളത് അതിന് ലിയയ്ക്ക് പറ്റട്ടെ. അതുപോലെ ഇഷ്ടമായതാണ് റീസണിങ്, PSC ചോദ്യങ്ങൾ, റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് വലിയ നമ്മളെ തന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ. പക്ഷെ അതിലൊരു ഒബ്സർവേഷൻ ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത്. ചിന്തിച്ചാൽ വഴിതെറ്റുന്നു മാത്രല്ല അമ്മായി സീരിയൽ കാണുന്നത് അങ്ങനെയാണ്. അപ്പൊ അമ്മായിക്ക് അത് ഉത്തരം പറയാൻ ഭയങ്കര എളുപ്പമായിരിക്കും. നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിലുള്ള ആൻസർ ആണ് ലിയക്കുള്ളത്. അപ്പൊ അങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് എപ്പോഴും ചിന്തിക്കാൻ പറ്റട്ടെ. സീരിയൽ കാണുന്ന കാര്യം പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു എളീമ ഉണ്ടായിരുന്നു. എളീമ ഇപ്പോഴും ഉണ്ട്. എളീമ സീരിയൽ ഒരു വൈകുന്നേരം 6 മണി മുതൽ ഒരു 10 മണി വരെ സീരിയൽ കാണും. അത് കണ്ട് ഇപ്പൊ ഏതൊക്കെ കഥയാണ് ഏതൊക്കെയാണെന്നൊന്നും അറിയാൻ പാടില്ല. ഈ ചില ഇതിനകത്ത് ഇങ്ങനെ കണ്ടിട്ട് പറയും ഇവൻ ഇതിനകത്ത് ഇന്നലെ പോലീസാർന്നല്ലോ,
ഇപ്പൊ എന്താ ഇവൻ ജയിലിൽ കിടക്കണേ? ഇത് 2 കഥയാണ്. എലീമയ്ക്ക് അറിഞ്ഞൂടാ ഇത് രണ്ടും 2 കഥയാണെന്നുള്ള കാര്യം. എലീമ ആളെ നോക്കണേ. ഈ ആളെ നോക്കുമ്പോ ഈ ആൾ ഇന്നലെ പോലീസായിരുന്നു, ഇപ്പൊ എന്താ ഇവൻ ജയിലിൽ കിടക്കണേ? അങ്ങനെ ചോദിക്കണം. അപ്പൊ എല്ലാ കഥയും കൂടി ഒറ്റ കഥയായിട്ടാണ് പുള്ളിക്കാരി ജീവിക്കുന്നത്. ഞാനിപ്പോ ഈ 3 കഥ ചേർത്ത് ഒറ്റ കഥ പറയൂലേ എന്ന് പറഞ്ഞാൽ 10 സീരിയലും കൂടി ഒറ്റ കഥയായിട്ടാണ് കാണണേ. അപ്പൊ അങ്ങനെ ചില സീരിയൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, എല്ലാം കൂടി ഒറ്റ കഥയാക്കി തുടങ്ങിയിട്ടുണ്ട്. ഒരു വലിയ പോപ്പുലർ സീരിയല് അതിന്റെ ക്ലൈമാക്സ് നാളെയാണ്. നാളത്തെ ഒരു ദിവസം കൊണ്ട് ഈ സീരിയൽ തീരുകയാണ്. അപ്പൊ അതിന്റെ പ്രൊമോ ഇട്ടടിക്കുകയാണ്. ഇന്നറിയാം എന്ത് സംഭവിക്കുമെന്ന് എന്നൊക്കെയുള്ള മ്യൂസിക് ഒക്കെ നടക്കുമ്പോൾ എൻ്റെ ഒരു 4 വീട് അപ്പുറത്തുള്ള ഒരു സ്ത്രീ ഉച്ചയോടുകൂടി എൻ്റെ അടുത്ത് വന്നു. പറഞ്ഞു ഒരു ഉപകാരം ചെയ്യണം. ഞാൻ ചോദിച്ചു എന്താണ്? നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടല്ലോ, ആ ആശാശരത്തിനോടൊന്ന് വിളിച്ച് ചോദിക്കണം ഇത് എങ്ങനെയാ തീരുന്നതെന്ന്, എനിക്ക് നാളെ വരെ ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ ദുബായിൽ അവരെ വിളിച്ച് ഞാൻ ഈ ചോദ്യം കേൾപ്പിച്ചു കൊടുത്തു. ഉത്തരം പറയിച്ചില്ല. ഇവിടെ ഒരാൾ വന്ന് ഇങ്ങനെ ചോദിക്കുന്നു എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ശബ്ദം അവർക്ക് കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിനോടുള്ള ഒരു ടെൻഷനുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപാട് അമ്മമാരുടെ സന്ധ്യകളെ എൻഗേജ് ചെയ്ത് വെക്കുന്നതിനകത്ത് വലിയ പങ്കുണ്ട്. കാരണം ആണുങ്ങൾ കവലയിൽ പോയും വട്ടം കൂടിയിരുന്നും കമ്പനി കൂടിയും അല്ലാതെയും ഒക്കെ പലതരത്തിൽ സോഷ്യലി ഇടപെട്ട് നിൽക്കുമ്പോൾ സന്ധ്യ സമയങ്ങളില്ലെങ്കിൽ വലിയ വിരസമായി പോയേനെ ഇവരുടെ. ഒരുപാട് പേര് കാണാറുണ്ട്, ഇഷ്ടം പോലെ പേര് കാണാറുണ്ട്. അത് വലിയ പാടാണ്. നമ്മള് ഒരു 2 കൊല്ലം 2.5 കൊല്ലമൊക്കെ നീണ്ടു നിൽക്കുന്ന സീരിയലുകള് റേറ്റിംഗിൽ വീഴാതെ ഒരു 2.5 കൊല്ലം പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പാടാ. ഒരു കഥയും ഒരേ ക്യാരക്ടേഴ്സും കഥയും കഥാപശ്ചാത്തലവും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ബ്രേക്കിനൊരു ട്വിസ്റ്റ്, തീരുമ്പോൾ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു സസ്പെൻസ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ ഒരു വലിയ ശ്രമകരമായ എഴുത്തുള്ളതാണ്. അപ്പോൾ എല്ലാ സീരിയലുകാർക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. വീണ്ടും അടിപൊളിയായി. നമുക്ക് മാർക്സ് അറിയാം. ഗുഡ് ലക്ക്. ഹലോ, ഞാൻ നിത്യ പ്രവീൺ, തിരുവല്ലയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പം പറഞ്ഞായിരുന്നു, പണി കൊടുക്കാനും വേടിക്കാനും അറിയുന്ന ചില ആൾക്കാരോട് എൻ്റെ കുടുംബത്തിലുണ്ട്, കുറേശ്ശെ പേരെ കൊണ്ടുവന്ന് പറയാന്ന്. തുടങ്ങട്ടെ. എൻ്റെ അമ്മൂമ്മയ്ക്ക് 10 മക്കളാണ്. 10 മക്കളിൽ 10ാമത്തെ ആളാ എൻ്റെ അച്ഛൻ. ആരോഗ്യപരമായ പുള്ളി ഇച്ചിരി പിന്നോക്കം ആയതുകൊണ്ട് തന്നെ അമ്മൂമ്മ എപ്പോഴും പറയായിരുന്നു, എൻ്റെ കുഞ്ഞൊരശുവാ, എൻ്റെ കുഞ്ഞൊരശുവാന്ന്. ഇങ്ങനെ അശ്വാന്ന് പറഞ്ഞ് ഇപ്പൊ ഏതാണ്ട് 10-62 വയസ്സായിട്ടും ശിശുക്കളുടെ സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശിശുക്കളുടെ സ്വഭാവം മാറാൻ വേണ്ടിയിട്ടേ അമ്മമ്മ 10-30 വയസ്സാകുമ്പോഴത്തേക്ക് അച്ഛനെ പിടിച്ചങ്ങ് പെണ്ണ് കെട്ടിച്ചു. പക്ഷേ വീട്ടിൽ ശിശുക്കളുടെ എണ്ണം കൂടിയെന്നല്ലാതെ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? കാണാൻ സുന്ദരൻ, സുമുഖൻ, സുശീലൻ, അല്പ അസൂയം കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടെങ്കിലും ആള് വക്ക ഡീസൻ്റാ. എൻ്റെ അച്ഛനെ അല്പം കഷണ്ടി തലേന കേട്ടോ. ഇതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളി പറയും, നിന്നെയൊക്കെ വളർത്തിയിട്ടാടി ഞാൻ കഷണ്ടി ആയതെന്ന്. ഞാൻ അതല്ല ചിന്തിക്കുന്നേ. ഈ 2 മക്കളെ വളർത്തിയപ്പോഴത്തേക്ക് പുള്ളി കഷണ്ടി ആയെങ്കിൽ ഈ പുള്ളിയുടെ അച്ഛനൊക്കെ 10 മക്കളെ വളർത്തിയിട്ട് തല പോലും കാണണ്ടല്ലോ എന്നാ. എൻ്റെ അച്ഛനും മൂത്തപ്പച്ചിയും തമ്മിൽ ഭയങ്കര കൂട്ടുകേട്ടാ. അച്ഛൻ ഒരു ദിവസം പോലും അപ്പച്ചിയെയും അപ്പച്ചിക്ക് ഒരു ദിവസം പോലും അച്ഛനെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അപ്പച്ചി എന്നും രാവിലെ ഞങ്ങളുടെ വീട്ടിൽ വരും. നാത്തൂനെ ചായ എന്ന് പറയുന്നതിന് പകരം നാത്തൂനെ മുറുക്കാനെ എന്നും പറഞ്ഞോണ്ടാ വരുന്നേ. അപ്പച്ചി വീട്ടിലോട്ട് വരുമ്പോഴേ അച്ഛൻ വിളിച്ച് അടുത്തങ്ങിരുത്തും, ഇച്ചേച്ചി പെറ്റ 2 എണ്ണം മതിയോ, അടയ്ക്ക് ഒന്നുകൂടെ എടുക്കട്ടെ, പൊയില ലേശേ ഉള്ളു കേട്ടോ എന്നും പറഞ്ഞ് എന്നാ സ്നേഹവാ. പക്ഷേ ഈ വരവ് രാത്രി 8 മണി കഴിഞ്ഞിട്ടൊന്ന് വന്നു നോക്കട്ടെ, ഉണ്ടായിട്ട് അപ്പച്ചി ഓടും. എന്താന്നല്ലയോ, അച്ഛൻ ഇനി പണിയൊക്കെ കഴിഞ്ഞ് 2 എണ്ണം അടിച്ചിട്ടൊക്കെ വരുന്നേ. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എൻ്റെ അച്ഛൻ വലിയ വെള്ളം അടിക്കാനാന്ന്. ഒന്നുമല്ല, 60 രൂപയുടെ അരി ഇഷ്ടം. അതടിച്ചു കഴിഞ്ഞാ പുള്ളി പിന്നെ ആരാന്ന് പുള്ളിക്ക് പോലും അറിയത്തില്ല, വീട് ഏതാന്ന് പോലും അറിയത്തില്ല. ഇല്ല, കോഴി കിടന്ന് കറങ്ങുന്നത് പോലെ ആ റോഡിൽ കിടന്ന് കറങ്ങും. ഏതെങ്കിലും ഒരു ഓട്ടോക്കാരെ എടുത്ത് വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നാലോ ആണ്ടാ വില്ലിച്ചൊരു നിപ്പാ. എന്നിട്ട് സ്വന്തം നിഴലിനെ നോക്കി ചോദിക്കും, ആരടാ നീയെന്ന്. ഇത് കേട്ട ഞങ്ങളുടെ അമ്മൂമ്മ അകത്തിരുന്നോണ്ട് പറയും, ചത്തുപോയ നിന്റെ അച്ഛനാടാന്ന്. ആ പാവക്കയല്ലയോ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നേയിരിക്കുന്നു. പിന്നെ അമ്മൂമ്മ മിണ്ടൂല പേടിച്ചിട്ട്. ഈ വില്ലിപ്പ മാറണമെന്നുണ്ടെങ്കിൽ ഈ അടിച്ച സാധനത്തിന്റെ കെട്ടുവിടണം. പിറ്റേന്ന് രാവിലെ അപ്പച്ചിയെ വിളിച്ചിട്ട് ചോദിക്കും, ഇച്ചേച്ചിയെ വരുന്നില്ലയോ മുറുക്കണ്ടേന്ന്.
അപ്പച്ചി നല്ല പടക്കം തെറി വിളിക്കും. ഈ മുറുക്കാനെന്ന് പറയുമ്പോഴേ ഞങ്ങളുടെ അമ്മൂമ്മ എല്ലാരെയും മുറുക്കാൻ പഠിപ്പിച്ചേ. അമ്മൂമ്മയ്ക്ക് രാവിലത്തെ കട്ടൻ ചായ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ മുറുക്കാൻ അത് നിർബന്ധമുള്ള കാര്യം കേട്ടോ. എന്ന് വിചാരിച്ച് അമ്മൂമ്മ പൈസ കൊടുത്ത് മുറുക്കാനൊന്നും മേടിക്കൂല. പടിഞ്ഞാറ്റ എൻ്റെ വല്ലിച്ചൻ വെറ്റെടുക്കുമെന്ന് പറയുമ്പോഴേ ഒരു 50 പൈസ കവറും കൊണ്ട് ഒറ്റ ഓട്ടോ. ആ ഓട്ടം കണ്ടാൽ അറിയാം ഒരു 18, 19 അതിനപ്പുറം പോകത്തില്ല. അതുപോലെ തന്നെ വല്ലോൻ്റെ പറമ്പിൽ പോയി അടയ്ക്ക പറക്കും. പിന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് പുകയില ഉൽപ്പന്നം ഇല്ലാത്തത് കൊണ്ട് മാത്രം അമ്മൂമ്മ പുകയില കടയിൽ നിന്ന് മേടിക്കും. അപ്പം നിങ്ങൾ ഇതായിരിക്കും ചുണ്ണാമ്പൂന്ന്. ഈ പുകയില മേടിക്കുമ്പോഴേ കടയിൽ ചെന്നിട്ട് ഒരു ഇച്ചിരി ചുണ്ണാമ്പ് തോണ്ടി എടുത്തിങ്ങി വീട്ടിൽ കൊണ്ടുവരും. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മൂമ്മയ്ക്ക് ഒരു ഉൾവിളി ഉണ്ടായത്. അമ്മൂമ്മ പാക്ക് വറക്കുന്ന സൈറ്റിൽ കയറി നമ്മുടെ രായമാമൻ പാക്ക് വറക്കുന്നെന്ന്. രായമാമൻ 6 മണിക്ക് വരുമെങ്കിൽ ഞങ്ങളുടെ അമ്മൂമ്മ 5 മണിക്കേ പോവും. കണ്ണ് കണ്ട പോലും ഇല്ല പോലും കൈ കിട്ടുന്ന മൊത്തം പറക്കി വീട്ടിൽ കൊണ്ടുവരും. ഇത് നോക്കിയിട്ട് എൻ്റെ അച്ഛൻ ചോദിച്ചു, അമ്മ ഈ കറുത്ത സാധനം എന്തോന്നമ്മ? മക്കളെ അത് കൊട്ടപ്പാക്കടാന്ന്. കൊട്ടപ്പാക്കല്ല തള്ള, ഇത് പട്ടിക്കാട്ടാവത്. ഈ പട്ടിക്കാട്ടം എല്ലാം കൂടെ വാരി പുള്ളിക്കാരി വെളിയിലൊരു ഒറ്റ ഏറ് നേരെ ഞങ്ങളുടെ വിജയമാമൻ കയറി വരുമായിരുന്നു. എൻ്റെ അപ്പച്ചിലൂടെ പിണങ്ങി പോയിട്ട് ഒത്തുതീർപ്പിന് വിളിച്ച വിജയമാമിനെ പട്ടിക്കാട്ടം വാരി എറിഞ്ഞ് അപമാനിച്ചെന്നും പറഞ്ഞുകൊണ്ട് വിജയമാമൻ വീണ്ടും നാണ്ടടെ പിണങ്ങി പോന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നപ്പോൾ ബസ്സിലാണ് വരുന്നത്. അമ്മൂമ്മ ബസ്സിൽ ഇരുന്നങ്ങ് മുറുക്കി പുറത്തോട്ട് ഒറ്റ തുപ്പ. നേരെ വന്ന ബൈക്കാരൻ്റെ ഉടുപ്പിൽ ഇവനാണെങ്കിൽ നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറി അങ്ങോട്ട് നിർത്തിയിട്ടേ ബസ്സിലോട്ട് ചാടി അങ്ങ് കയറി. അപ്പോഴത്തേക്ക് അമ്മൂമ്മ ട്യൂണങ്ങ് മാറ്റി നൈസായിട്ട് സെന്റിമെന്റ്സ് ഇറക്കി. ദാണ്ടേ മോനെ, നിനക്കെന്റെ കൊച്ചുമോന്റെ പ്രായം ഇല്ല കേട്ടോന്ന് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയും കൂടെ. ഷർട്ടി തുപ്പിയതോ പോട്ടെ, ഇപ്പൊ നാണ്ടടെ ചെള്ളക്കും ഇരിക്കുന്നു. അങ്ങനെ എഴുന്നപ്പോഴാണ് അമ്മൂമ്മയ്ക്ക് ബാംഗ്ലൂർ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ചേച്ചിക്ക് ബാംഗ്ലൂരാണ് താമസിക്കുന്നത് കേട്ടാ. നമ്മളങ്ങനെ ബാംഗ്ലൂരൊക്കെ പോയി 3ാമത്തെ നിലയിൽ നിന്ന് വീട്ടിൽ നിന്ന് മുറുക്കി മിറ്റത്തോട്ട് തുപ്പുന്നോണം ഒറ്റ തുപ്പ്. അതിൻ്റെ ഓണർ നിന്ന് കാറ് കഴുകുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പം അവര് വീട് മാറിയെന്നൊക്കെ പറയുന്ന കേട്ടോ. അങ്ങനെ അമ്മൂമ്മ കണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. അമ്മൂമ്മ ഒരു ഒറ്റ തീരുമാനം എടുത്ത് ഇനി അമ്മൂമ്മ മുറുക്കൂലെന്ന്. ഞാൻ ചോദിച്ചു, അമ്മൂമ്മ ഇനി മുറുക്കൂലേ? ഇല്ല കളെ, അമ്മച്ചാണ് അമ്മൂമ്മ മുറുക്കൂലെന്ന്. എങ്കിൽ ഇതെല്ലാം ആര് കളഞ്ഞേക്കട്ടെ. അപ്പൊ എൻ്റെ അമ്മ ഇപ്പുറത്ത് നിന്നുണ്ട്, ഓ കളയൊന്നും വേണ്ടടി, ഏതെങ്കിലും പാവത്തിങ്ങൾക്ക് കൊടുക്കാന്ന്. ഇവര് നശിച്ചതാ പോരാ, ഇനി മറ്റുള്ളവരെ കൂടെ നശിപ്പിക്കണം. ഞാൻ പറഞ്ഞ് അമ്മൂമ്മ അല്ല അമ്മ, ഈ പുകയിലേക്കകത്ത് ക്യാൻസർ ഉണ്ട്, ഇത് കഴിച്ചാൽ ക്യാൻസർ വരുമെന്ന്. അപ്പൊ അമ്മൂമ്മ വെച്ച്, മക്കളെ ശരിക്കും വരുവോടി? വരും. എങ്കിൽ അത് കളയണ്ട, മേലല്ലേ ജഗദമ്മയ്ക്ക് കൊടുത്തേക്കാൻ. അതെന്തിനാന്ന് വെച്ചാൽ പറയുക, അവൾ അങ്ങനെ സുഖിച്ച് ജീവിക്കേണ്ടെന്ന്. ഈ ജഗദമ്മ അമ്മൂമ്മയുടെ കൂടെ ഞങ്ങളുടെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. എന്താ കാര്യമെന്നറിയാവോ? പണ്ട് നമ്മുടെ വീട്ടിൽ കറണ്ടും TV ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ മേലെ വീട്ടിൽ പോയാൽ TV ആണെന്നേ. ഞങ്ങളിങ്ങ് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴേ അമ്മൂമ്മയ്ക്കാണെങ്കിൽ ഒടുക്കലത്തെ സ്നേഹം. ഞങ്ങളെ കണ്ടോടനെ ഉള്ള കസാര എല്ലാം പറക്കി അടുക്കള കൊണ്ടിടും. പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കില്ല, നമ്മൾ തറയിൽ ഇരുന്ന് TV കാണും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വരുവോടെ, മക്കളെ TV ചൂടാ, എല്ലാവരും പൊക്കോ പിന്നെ വന്നാൽ മതിയെന്ന്. സത്യം പറയാലേട്ടാ, അന്ന് ദൈവത്തിനോട് ഞങ്ങൾ ഒരു കാര്യം മാത്രമേ ആത്മാർത്ഥമായിട്ട് പറഞ്ഞോളൂ, എൻ്റെ പൊന്ന് ദൈവമേ, ഞങ്ങൾക്ക് കറണ്ട് കിട്ടി ഒരു TV മേടിക്കുന്നത് വരെ ഈ പണ്ടാരം തള്ളക്ക് ആയുസ് കൊടുക്കണേന്ന്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കത്തില്ലല്ലോ കേട്ടോ. അവരെ കാലം കൊണ്ടുപോയി. പക്ഷേ പ്രതികാരം നമ്മൾ അവരുടെ മോൻ രവീന്ദ്രമാമനോട് തീർത്ത്. എങ്ങനാന്നറിയാവോ? പണ്ടൊക്കെ എന്ന് പറയുമ്പം ഈ ബാത്റൂം നമ്മുടെ വീട്ടിലില്ല, നമ്മളെല്ലാവരും പറമ്പിലാണ് പോകുന്നത്. ഫസ്റ്റ് പോകുന്നത് ഞങ്ങളുടെ അമ്മൂമ്മയാ. അമ്മൂമ്മയ്ക്ക് ഇരുട്ട് പേടിയായത് കൊണ്ട് തന്നെ ഒരു മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് രാവിലെ ചെന്ന് അവിടെ കുത്തി ഇരിക്കുമ്പോഴാണ് കാണുന്നത് ചുറ്റും ഒരു ഉത്സവത്തിനുള്ള ആളുണ്ട്. പിന്നെ അവിടെ ഇരുന്ന് 1ഉം 2ഉം ഒക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ നടത്തി തിരിച്ചു വരും. ഈ രവീന്ദ്രമാമ ആ ദിവസം പുല്ല് പറിക്കാൻ പോകുന്നത് നമ്മുടെ പറമ്പിൽ കൂടെ. പുള്ളിയാണെങ്കിൽ ചെരുപ്പിടൂല, പുള്ളിക്ക് മണ്ണി ചവിട്ടി നടക്കണമെന്ന്. ഈ പുല്ല് പറിച്ച് തിരിച്ചു പോയ രവീന്ദ്രമാമന്റെ കാലയിലുണ്ടടെ ഒരു മഞ്ഞ ബൂട്ട്. പിന്നാണ് പുള്ളിക്ക് മനസ്സിലായത് പുള്ളി ഇതുവരെ മണ്ണിലല്ല ചവിട്ടി നടന്നേന്നുള്ളത്. ഇതും കൊണ്ട് വീട്ടിൽ ചെന്നപ്പോ രവീന്ദ്രമാമന്റെ ഭാര്യ, ഇതെന്തോന്നവാ ഇത് താഴേക്കാരുടെ സംഭാവനയാണെന്ന്.
എനിക്കതല്ലേട്ടാ, ഇത്രയും പേരുടെ സംഭാവനയും കൂടെ ഇങ്ങേരുടെ ഈ 2 കാലിലെ സമ്മതിക്കണം. ഇതറിഞ്ഞ രവീന്ദ്രമാമന്റെ ഭാര്യ എന്തോ ഇത് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മളെ പടക്കം തെറി വിളിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, നമ്മുടെ പറമ്പിൽ കിടന്ന് നമ്മുടെ സാധനം ഇങ്ങേരുടെ കാലെ പറ്റിച്ച് വീട്ടിൽ പോയിട്ട് നമ്മളെ തെറി വിളിക്കുന്നു. ഇത് എന്തോന്ന് ന്യായമൊന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങളുടെ അമ്മൂമ്മ ഇറങ്ങിയെന്ന് നല്ല പടക്കം തെറി വിളിച്ചു, പക്ഷെ ജയിക്കാൻ പറ്റിയില്ല ഏട്ടാ. അമ്മൂമ്മ പിന്നെ അപ്പച്ചയും കൂടെ കൂട്ടി. അങ്ങനെ 1.5 മണിക്കൂറത്തെ മാസ്മരിക പ്രകടനത്തിന് ശേഷം ഈ മഞ്ഞ ബൂട്ടും തെറിയും അവർക്ക് കപ്പ് നമുക്ക് കിട്ടിയേട്ടാ. അതുകൊണ്ടാണ് രമേശ് ചേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അമ്മൂമ്മ എൻ്റെ അപ്പച്ചയും കൊണ്ട് ഞാൻ വരാം. 1.5 മണിക്കൂറത്തെ മാസ്മരിക പ്രകടനത്തിന് ശേഷം കപ്പ് രമേശ് ചേട്ടനുള്ളതാണ്. നിത്യ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നിത്യ ബേസിക്കലി കുറച്ച് സൈലന്റ് ആണ് ആള്, പക്ഷേ പെർഫോമൻസ് തുടങ്ങുമ്പോഴത്തേക്കും ആള് വേറെ ലെവലിലാകുന്നുണ്ടായിരുന്നു. നല്ലൊരു എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കേട്ടാ. നിത്യ ഗംഭീര പ്രകടനമായിരുന്നു കേട്ടോ. നിത്യയുടെ മുറുക്കുന്ന അമ്മൂമ്മേനെ അങ്ങ് പിടിച്ച് തുടങ്ങിയിട്ട് പിന്നെ ഒരു സെറ്റ് ഓഫ് ജോക്സ് ആയിരുന്നു. വാലെ കെട്ടി ഒന്നും കളയാനില്ലാത്ത വിറ്റുകളായിരുന്നു. ഈ തെറി പറയുന്ന അമ്മാവനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ, ഒരു ഭയങ്കര തെറി പറയുന്ന ഒരു അനിൽ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ മിലിറ്ററിയിൽ കിട്ടിപ്പോയി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങനെ തിരിച്ചു വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ എന്തോ ഞങ്ങളവിടെ അതിർത്തിയിൽ ഒരു പ്രശ്നം ഉണ്ടായി, അവർ ഭയങ്കര ഗൺ ഷോട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇന്ത്യൻ മിലിറ്ററി ഒന്ന് പുറകോട്ട് വന്നു എന്നൊക്കെയും പറഞ്ഞപ്പോൾ കേട്ടോണ്ട് കൂട്ടുകാരൻ പറയാം, അത് ഈ തോക്കെടുത്തുള്ള വെടിവെപ്പായോണ്ടാ, തെറിവിളിയായിരുന്നെങ്കിൽ നീ വിളിച്ചാൽ മതി, അവർ ഓടിപ്പോയേനെ. അത്രയും തെറി പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ TV ചൂടായി ഓടിക്കുമെന്ന് പറഞ്ഞത് എനിക്ക് വളരെ രസകരമായി. കാരണം അതിനകത്തൊരു ചെറിയ കാര്യമുള്ളത്, ഈ കറണ്ട് ഉണ്ടല്ലോ, കറണ്ട് ഈ ലോകത്ത് 99.9% സ്ഥലങ്ങളിൽ ഉപയോഗിക്കുമ്പം ലോസ് വരും. നമുക്ക് അതേ അളവിൽ അപ്പുറത്ത് എത്തിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ കറണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഫ്രിഡ്ജ് എടുത്തോ, TV എടുത്തോ, ഫാൻ എടുത്തോ, ലാപ്ടോപ്പ് എടുത്തോ, മൊബൈൽ എടുത്തോ, ചൂടാവും. ഈ വസ്തു ചൂടാവും. ഈ ചൂടാകുന്നതിന് വേണ്ടി കറണ്ട് കുറച്ച് വേസ്റ്റ് ആവും. എപ്പോഴും ഈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ കുറച്ച് ചൂടാവുകയും അങ്ങനെ കുറച്ച് കറണ്ട് നമുക്ക് വേസ്റ്റ് ആവുകയും ചെയ്യും. എപ്പോഴും ലേങ്കമ്പി വഴി പോയാൽ പോലും ഇവിടുന്ന് വിട്ടത്ര അങ്ങറ്റത്ത് വരില്ല, കുറച്ച് അതിൻ്റെ ഫ്രിക്ഷനിൽ പോവും. ആകെപ്പാടെ ഉപയോഗിക്കുന്ന കറണ്ട് പൂർണ്ണമായും ഉപയോഗിക്കപ്പെടുന്നത് കോയിൽ ഹീറ്ററിൽ മാത്രമാണ്. കാരണം ഹീറ്റർ ചൂടാവുകയാണല്ലോ, നഷ്ടമില്ല, അത് ലാഭത്തിലേക്ക് വരും, അല്ലെങ്കിൽ പോകും. പിന്നെ ഒരു അറിവ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഇരുന്ന കഥ പറഞ്ഞല്ലോ, ഒരു പരിപാടി സ്ഥലത്ത് ഒരിക്കൽ ചെന്ന് കഴിഞ്ഞപ്പം യാത്രയാണ്, ഡെയിലി രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകണം വരണം, കിട്ടുന്ന ഭക്ഷണം കിട്ടുന്ന സ്ഥലത്ത് നിന്ന് തോന്നിയ സമയത്തൊക്കെ തിന്നുന്നു. അപ്പം ഈ ഒരു വിളി എപ്പോഴാണ് വരുന്നതെന്നുള്ളതിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നമുക്കങ്ങനെ ബയോളജിക്കൽ ക്ലോക്കൊക്കെ തെറ്റിയിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ വല്ല ഫുഡ് പോയ്സണൊക്കെ വന്നാൽ അത് വേറെ പരിപാടിയല്ലേ, എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരാൾ ഇറങ്ങിയില്ല പ്രശ്നമാണ്. അങ്ങനെ ഒരു പരിപാടി സ്ഥലത്ത് എത്തിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഹമീദ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തിന് കലശലായ വിളി വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഉത്സവപ്പറമ്പാണ്, അവിടെ ഇവിടെയൊക്കെ ആള് നിൽക്കുന്നുണ്ട്, എവിടെ പോകാൻ, ഒരുപാട് ദൂരെ ഒരു വീട്ടിൽ പോയിട്ട് തിരിച്ച് സ്റ്റേജ് വരെ വരാൻ സമയമൊന്നുമില്ല. അങ്ങനെ സ്റ്റേജിൻ്റെ ബാക്കിൽ കൂടെ അല്പം ദൂരം അങ്ങോട്ട് നടന്നപ്പോൾ ഒരു ഇടവഴി കണ്ടു. പുള്ളി ആ ഇടവഴിയെ താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഉത്സവം ആയതുകൊണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ട്യൂബ്ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. കുറേ ദൂരം എവിടെയും എല്ലായിടത്തും ട്യൂബ്ലൈറ്റാണ്. പുള്ളിക്ക് ഇരിക്കാനൊരു സ്ഥലം കിട്ടുന്നില്ല. ദൈവകൃപ എന്നോണം കറണ്ട് പോയി. അവിടെ കറണ്ട് അങ്ങ് പോയി, ഇരുട്ട് വന്നു. ഉത്സവപ്പറമ്പിൽ ജനറേറ്റർ ഉണ്ട്. ഈ ജനറേറ്റർ ഇട്ടപ്പോൾ ആ മേജർ കുറച്ച് സ്ഥലങ്ങളിലെ ലൈറ്റ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി ആ നാട്ടിലെയും അല്ലാത്ത ട്യൂബ്ലൈറ്റിൻ്റെയൊക്കെ കറണ്ട് പോയി. ഇവൻ നേരെ അകത്തോട്ട് ഓടി കിട്ടുന്നൊരു സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ തൊട്ടാവാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ ഒരു ഇത്തിരി പ്രശ്നമാണ്, അറിയാലോ, ബാക്കി കുത്തിക്കേറിയ വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ ഇവൻ ഇങ്ങനെ നടന്നിട്ട് കാലുകൊണ്ട് ഇങ്ങനെ പരതി ഇലയും ചെടിയും പുല്ലും ഒന്നും ഇല്ലാത്തൊരു സ്ഥലം കണ്ടു കിട്ടി. അപ്പോൾ ഇവൻ അവിടെ ഇരുന്നു സ്വസ്ഥമായിട്ട്. അങ്ങനെ ഇരുന്ന് സുഖമായിട്ടിങ്ങനെ കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് കറണ്ട് വന്നപ്പം ഇവനൊരു വീടിൻ്റെ മുറ്റത്താണ് ഇരിക്കുന്നത്. ആ വീട്ടിലുള്ള ആൾക്കാർ ചൂട് കാരണം മുറ്റത്ത് കസേരയിട്ട് ഇവിടെ ഒരാളിരിക്കുന്നു, ഇവിടെ ഒരാളിരിക്കുന്നു. ഇവർ 5 പേര് വീടിൻ്റെ ഉമ്മറത്ത് ഇങ്ങനെ മിറ്റാതിരിക്കുമ്പം കറണ്ട് വന്നപ്പോൾ ഒത്തു നടക്ക് വേറൊരുത്തും വന്നിരിക്കുന്നു. ആരുടെ ഇവന്ന് ചോദിച്ചു. ഇവനെ എല്ലാവരും കൂടെ ഓടി സ്റ്റേജിന്റെ ബാക്കി വന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് നിത്യ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിത്യ ഇതിന് വേണ്ടിയിട്ട്, ഇത് ഇങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്തു?
എങ്ങനെ ഇത് എഴുതിയെടുക്കാൻ വേണ്ടിട്ടോ? മൊത്തത്തില് ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് നിത്യ എത്ര സമയം ചെലവഴിച്ചു? ഇന്നലെ ഒരു ദിവസം എടുത്തോളൂ. സീരിയസ്ലി? ശരിക്കും? അപ്പൊ നിത്യ എക്സ്ട്രീംലി ഒരു എന്താ പറയാ, ഏറ്റവും കഴിവുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും അതിഗംഭീരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്രസൻറ്ററും കൂടിയാണ് എന്നുള്ളത് ഒരു ഇരട്ടി പ്രാവശ്യം എനിക്ക് പറയേണ്ടി വരും. ഞാൻ നിത്യനെ കണ്ടിട്ടുള്ളത് വളരെ സൈലന്റ് ആയിട്ട്, വളരെ ക്യൂട്ടായിട്ട്, എല്ലാവരോടും ചിരിച്ച് അങ്ങനെ സംസാരിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. നിത്യയുടെ ഇതിന് മുമ്പത്തെ പെർഫോമൻസസ് കാണുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ പെർഫോമൻസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആൻഡ് എക്സ്ട്രീംലി എക്സലന്റ് പെർഫോമൻസ് ആയിരുന്നു നിത്യയുടെ ഭാഗത്തു നിന്ന്. വളരെ വളരെ അതിന് വേണ്ടിയിട്ട് അതാ ഞാൻ ചോദിച്ചത് എത്ര സമയം എടുത്തു എന്നുള്ളത്. അപ്പൊ ഒരു ദിവസമൊക്കെ മതി. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതില് ഇവിടുത്തെ ഗ്രൂമറായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അതെല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, എല്ലാവരെയും ഇവിടുത്തെ ഗ്രൂമേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെയല്ല, പക്ഷെ ഇന്നത്തെ പെർഫോമൻസിന് ഒരു എക്സ്ട്രാ ഡബിൾ എഫേർട്ട് ഉള്ളത് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതെ, ഈ പറഞ്ഞ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ പരിപാടി ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങുമ്പം ഇത് സാധ്യമാണോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നി. കാരണം ആളെ കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ കിട്ടിയ ആളുകളെ പിന്നീട് ഇതെന്താണെന്ന് മനസ്സിലാക്കാനും അവതരിപ്പിക്കാനും ഒക്കെ തയ്യാറാക്കുന്നതിൽ നമ്മളുടെ ഒരു ഗ്രൂമിംഗ് ടീം ഹെഡ് പ്രത്യേകിച്ച് പറഞ്ഞാൽ രതീഷ് കാരക്കാട് എന്ന് പറയുന്ന കലാകാരൻ ഈ അണിയറയിൽ നടത്തുന്ന സേവനം വളരെ വളരെ വലുതാണ്. അത് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു നിത്യ. ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു മാല കോർത്തതുപോലെ ഒരു ഇപ്പോൾ കോമഡി പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കല നമ്മൾ വേദിയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അതിനൊരു ഫ്ലോ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കും. ആ ഫ്ലോ ഉണ്ടാവും, മിക്കതിനും ഒരു 80%-നും അതുണ്ടാവും. പക്ഷേ അതിലൊരു 10% ഒക്കെയാണ് വളരെ എസ്തെറ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക. കോമഡി പറയുന്നതിനെ സംബന്ധിച്ച് അങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. കാരണം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അപ്പം അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഫ്ലോ, നല്ല ഭംഗിയായിട്ട് കോർത്ത ഒരു മാല പോലെ നല്ല നല്ല തമാശകൾ കൊണ്ട് ഞങ്ങളെ അധികം ഒരുപാട് ചിരിപ്പിച്ചതിന് ഒരുപാട് നന്ദി. ഇതുപോലെ ബ്യൂട്ടിഫുൾ പെർഫോമൻസസ് ഉണ്ടാവട്ടെ നിത്യയുടെ ഭാഗത്ത്. നിത്യ എന്തോ നിത്യമായിട്ട് നിലനിൽക്കട്ടെ. പേര് തന്നെ നിത്യ എന്നാണ്. ഒരുപാട് കാലം ഇതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള കഥകളുമായിട്ട് വന്ന് ഞങ്ങളെയൊക്കെ രസിപ്പിക്കുക. പിന്നെ ആ വണ്ടിയിലിരുന്നിട്ട് ഈ തുപ്പിയ കഥ പറഞ്ഞില്ലേ, ഇതുപോലെ എൻ്റെ പെങ്ങടെ മോളെയും കൊണ്ട് അവിടെ പെങ്ങടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരികയാണ് വെക്കേഷന്. അപ്പം പെങ്ങൾ പറഞ്ഞു വിട്ടു എൻ്റെ അടുത്ത്, ഇവള് ഛർദ്ദിക്കും, അപ്പം അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവളെ ഈ ഡോറിൻ്റെ സൈഡിൽ സീറ്റിൻ്റെ സൈഡിൽ തന്നെ ഇരുത്തി മുഖം ഇങ്ങനെ പിടിച്ചേക്കാം. ഇവള് പറഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ബസ് സ്റ്റോപ്പ് എത്താറായി. ബസ് സ്റ്റോപ്പ് എനിക്ക് സമാധാനമായി, കാരണം ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറച്ചിക്കറിയൊക്കെ കഴിച്ചേക്കണം, ബിരിയാണിയൊക്കെയാണ്. അവിടെ സ്റ്റോപ്പിൽ എത്താറായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെ പയ്യെ എഴുന്നേക്കാം എന്നുകൊണ്ട് ഇവിടെ തോണ്ടി ഞാനിങ്ങനെ എഴുന്നേക്കാൻ പോകലും ഇവളൊരൊറ്റ വാള് പുറകിലിരുന്നേച്ച ഒരു അച്ഛൻ്റെ ലോഹ മഞ്ഞ കളർ സത്യമായിട്ടും നടന്നതാ, ഞാനത് അനുഭവിച്ചതാ. ആ അച്ഛൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ആ അച്ഛൻ എന്ത് ചെയ്തിരിക്കാമെന്ന് എനിക്കറിയില്ല. ഞാൻ അപ്പം തന്നെ ആ കൊച്ചിനെയും കൊണ്ട് താഴത്തേക്ക് ഇറങ്ങി പോന്നു. ഓക്കെ, അപ്പം നിത്യ വളരെ നന്നായി, കീപ് ഇറ്റ് അപ്പ്. അപ്പോൾ ഇതിൽ ഗംഭീരമായ പെർഫോമൻസ് ആയിട്ട് വരാൻ സാധിക്കട്ടെ. മാർക്സ് നമുക്കറിയാം. ഗുഡ് ലക്ക്. നമസ്കാരം. നമസ്കാരമുണ്ട്. ഉഷാറായിട്ട് പോകണല്ലേ വിഷാരുടെ എല്ലാം അല്ലേ? അത്യാവശ്യം കൊള്ളാം. പിന്നെ നമുക്ക് ഫുഡൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ നല്ല ഫുഡാണല്ലോ. നല്ലല്ലേ? മീൻ കറിയൊക്കെ മീൻ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഇന്ന് സൂപ്പർ ആയിരുന്നു, നല്ല മീനായിരുന്നു ഇന്ന്. കാളാഞ്ചി ആയിരുന്നു. ആ അപ്പൊ ഞാൻ ഇപ്പൊ ചൂണ്ടക്ക് ഉണ്ട്, മീൻ പിടുത്തോണ്ട്. അമ്മാവനാണോ മീൻ സപ്ലൈ ചെയ്യുന്നത്? ഞാൻ രാവിലെ മീൻ കൊണ്ട് കൊടുക്കും, മൻസൂറിനെ ഏൽപ്പിക്കും. മൻസൂറാണ് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അല്ല, അപ്പം അമ്മാവൻ ഈ പാരഡിയുടെ ഒക്കെ തിരക്കിനിടെ രാവിലെ പോയി ഒരു സൈഡ് ബിസിനസ് ആയിട്ട് മീനും പിടിക്കുന്നുണ്ട്. രാവിലെ പോയിട്ട് ഇവിടെ വന്നേനും പോയിട്ട് മീനൊക്കെ പിടിച്ച് സെറ്റ് ആക്കിയിട്ട് വന്നേൻ. നമ്മളത് പണംവെള്ളത്തിപ്പോ കിട്ടുമോ? പണംവെള്ളത്തിൽ ഇപ്പൊ ഇല്ല, രാവിലെ വരണേ തരാം. അല്ലെ ചെട്ടിയാവത്ത് മാർക്കറ്റിൽ പോയി 350 രൂപ കൊടുത്താൽ കിട്ടും. വെയിലത്തിട്ട് ഉണക്കിയത്.
അപ്പൊ നമുക്ക് നല്ല പരിപാടി ഉണ്ടാ, നമുക്ക് ഇറങ്ങാവുന്ന കേസുള്ള എല്ലാവർക്കും ചെയ്യാം. എല്ലാവർക്കും ചെയ്യാവുന്ന കേസ് കറക്കണ ചൂണ്ടയിലിട്ടിട്ട് കറക്കി. മനസ്സിലായി. അന്നേരം ഈ മീൻ പിടിക്കാൻ പോകുമ്പോ എവിടുന്ന് ഏത് സമയത്തിരുന്ന് അമ്മാവൻ പാട്ടെടുത്തും? അല്ല, നമ്മൾ ഈ ചൂണ്ടിട്ടിട്ട് ഈ മീൻ കൊത്തണ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ വന്ന്, ആ ഗ്യാപ്പിനുള്ളിൽ ഞാൻ പാട്ട് എഴുതും. അങ്ങനെ എഴുതിയ ഏതെങ്കിലും ഒരു സംഗീത ശകലം നമുക്ക് മീനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇടാം. ആണോ? പിന്നെ ഓക്കെ, എന്നിട്ട് കൊത്തുമെന്ന് നോക്കാം. കടവാരത്ത് ഞാൻ ചൂണ്ടയിട്ടല്ല, കടവാരത്ത് ഞാൻ ചൂണ്ടയിട്ടല്ല, കാളാഞ്ചി കുടുങ്ങി ചൂണ്ടിട്ടു കറക്കി, അരികത്തവനെത്തി ചൂണ്ടെന്നത് പോയി. ആരേലും കണ്ട എൻ്റെ കാളാഞ്ചിയെ, കടവാരത്ത് ഞാൻ ചൂണ്ടയിട്ടല്ല, കടവാരത്ത് ഞാൻ ചൂണ്ടയിട്ടല്ല. ടൈം പാസ്സായി മാത്രം ഞാനതിനെ കണ്ടു, മുന്നോട്ടൊരു ജീവിതമാർഗം ഇതിലുണ്ട്. ഫ്രീ ടൈമിൽ ഞാൻ പുഴവക്കിൽ പോകും, കാണുന്ന മീനിനെയെല്ലാം സ്കെച്ചാക്കും. പണ്ടൊക്കെ വയലിൽ പരൽ മീൻ പിടിക്കും, ഇപ്പോ ഞാൻ കടലിലെ കൊമ്പനെ പിടിക്കും. ഞാൻ ഈ കഥ പറയുമ്പോൾ അത് പുളുവായി തോന്നിടും. കടവാരത്ത് ഞാൻ ചൂണ്ടയിട്ടല്ല, കടവാരത്ത് ഞാൻ ചൂണ്ടയിട്ടല്ല, കാളാഞ്ചി കുടുങ്ങി ചൂണ്ടിട്ട് കറക്കി, അരികത്തവനെത്തി ചൂണ്ടെന്നത് പോയി. ആരേലും കണ്ട എൻ്റെ കാളാഞ്ചി, കടവാരത്ത് ഞാൻ ചൂണ്ടയിട്ടല്ല, കടവാരത്ത് ഞാൻ ചൂണ്ടയിട്ടല്ല. നമ്മുടെ രണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ് ലിയയും നിത്യയും. രണ്ടുപേരുടെ പെർഫോമൻസുകൾ അടിപൊളിയായിരുന്നു. നമുക്കിനി ഇവരുടെ മാർക്സ് അറിയാം, ഒപ്പം ആരാണ് ടോപ്പ് പെർഫോമർ എന്നറിയാം. രചന. ലിയക്ക് എൻ്റെ വക 50-ൽ 48 മാർക്ക്. ലിയക്ക് ഞാൻ 50-ൽ 47. നിത്യക്ക് 50-ൽ 49 മാർക്ക്. നിത്യക്ക് 48 മാർക്ക്. So Leah is getting 95 out of 100. Very good. Golden entry ലഭിച്ചിരിക്കുന്നു. And Nitya is getting 97 out of 100, which makes her the best performer of the episode. Congratulations. Once Upon a Time Season 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന സമ്മാനം. മറ്റൊരു രസഭരിതമായ എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. But we will be right back. Until then, bye-bye.